Good morning to all my dear students. Welcome to the class of Managerial Economics, the second chapter, Theory of Consumer Behavior. The last class we have discussed about the Hicksian decomposition, about the inferior commodity, right? And today we are going to the Hicksian commodity case, Hicksian approach in given commodity case. Okay, Hicksian approach in given commodities. So the last class we have discussed about the inferior commodity, അല്ലേ? ഇൻഫീരിയർ കമ്മോഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതിലെന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് ഗിഫൺ ഗുഡ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗിഫൺ കമ്മോഡിറ്റി കേസ് ഹിക്സിയൻ അപ്രോച്ചാണ്, അല്ലേ? ആൾ ഗിഫൺ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ്, ബട്ട് ആൾ ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് ഗിഫൺ ഗുഡ്സ്. പ്രത്യേക ശ്രദ്ധിക്കലാണ്, എല്ലാ ഗിഫൺ ഗുഡ്സുകളും എന്താണ്? ഇൻഫീരിയർ ഗുഡ്സുകളാണ്. പക്ഷേ എല്ലാ ഇൻഫീരിയർ ഗുഡ്സുകളും എന്തല്ല? ഗിഫൺ ഗുഡ്സ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സിമിലാരിറ്റിയും ഡിഫറൻസും ഇൻഫീരിയർ ഗുഡ്സിൻ്റെയും ഗിഫൺ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. സിമിലാരിറ്റി എന്താണ്? ഈസ് ദാറ്റ് ദ ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ് ഓൺ ബോത്ത്, അല്ലേ? എന്താണ് ഓരോ ഇതിലും എന്താണ്? സിമിലാരിറ്റി ഈസ് ദാറ്റ് ദ ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ് ഓൺ ബോത്ത്. പണം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൺസംഷൻ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. ഇത് രണ്ടിനും അപ്ലൈ ആണ്. ഗിഫൺ ഗുഡ്സിലാണെങ്കിലും അപ്ലൈ ആണ്, ഇൻഫീരിയർ ഗുഡ്സിലും എന്താണ് അപ്ലൈ ആണ്. ഒരാളെ പൈസ കൂടി വരുമാനം കൂടുന്ന സമയത്ത് ആ സാധനത്തിനുള്ള ഡിമാൻഡ് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്താ പറയുക? ഗിഫൺ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ്. രണ്ടിൻ്റെ കേസ് എന്താണ്? സെയിം തന്നെയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു സാധനം വാങ്ങിയിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ 10,000 രൂപ വരുമാനം ഉണ്ടാകുമ്പോൾ ഞാൻ ആ സാധനം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അതും എൻ്റെ ഉപയോഗം കുറച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പ്രോഡക്റ്റുകളെയാണ് എന്താ പറയുക? ഗിഫൺ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്നൊക്കെ ആ കാറ്റഗറി പെടുത്തുന്നത്. പക്ഷേ എല്ലാ ഗിഫൺ ഗുഡ്സുകളും എന്തല്ല? എല്ലാ ഇൻഫീരിയർ ഗുഡ്സുകളും എന്തല്ല? ഗിഫൺ ഗുഡ്സ് അല്ല. പക്ഷേ എല്ലാ ഗിഫൺ ഗുഡ്സുകളും എന്താണ്? ഇൻഫീരിയർ ഗുഡുകളുമാണ് എന്നുള്ളതാണ്. ഇനി നോക്കാം, ദ ഡിസിമിലാരിറ്റി എന്താണ്? ഈസ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻകം എഫക്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആയിരിക്കും എന്തിനാണ് സ്ട്രോങ്? ഇൻകം ഇഫക്റ്റിലേറെ സ്ട്രോങ് ആയിട്ട് എന്തുണ്ടായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇൻകം ഇഫക്റ്റ് ഒരു 10% അല്ലെങ്കിൽ 20% സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്തൊക്കെയാണ്? 40%, 50%ലേക്ക് എത്തുന്നു. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് സ്ട്രോങ് ഉണ്ടായിരിക്കുക? എന്തിനെ അപേക്ഷിച്ച്? ഇൻകം എഫക്റ്റിനെ അപേക്ഷിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് സ്ട്രോങ് ഉണ്ടാക്കുക. വൈൽ ഇൻകം എഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻ കേസ് ഓഫ് ഗിഫൺ ഗുഡ്സ്. എന്നാൽ എന്തായിരിക്കും? എന്നാൽ ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ എന്തായിരിക്കും? ഇൻകം ഇഫക്റ്റ് ആയിരിക്കും സ്ട്രോങ് ഉണ്ടായിരിക്കുക. ഇൻകം എഫക്റ്റേക്കാൾ സ്ട്രോങ്. എന്തിനപേക്ഷിച്ചിട്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻകം ഇഫക്റ്റ് ആയിരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടാകുക. എ ഗിഫൺ ഗുഡ് ഈസ് ഗുഡ് എന്നാണ്. ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഗുഡ്, ഒരു സാധനമാണ്. ഹൂസ് ഡിമാൻഡ് ഇൻക്രീസ്, അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആകുന്നു. എങ്ങനെ? വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. എങ്ങനെ? ഒരു സാധനത്തിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ഒരു സാധനത്തിൻ്റെ വില കുറയുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഗുഡ്സിനെയാണ് എന്ത് പറയുക? ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. എ ഗിഫൺ ഗുഡ് ഈസ് ഗുഡ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. ഒരു സാധനത്തിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത്, വില കൂടുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കൂടുകയും വില കുറയുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രോഡക്റ്റുകളാണ് എന്ത് പറയുക? എ ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് വിച്ച് പ്രൈസ് when price increase its demand increase, when price decrease its demand decrease എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് റിലേഷനിലേക്ക് ഇങ്ങനെ പോകും. പൈസ കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പൈസ കുറയുമ്പോൾ എന്ത് തമ്മിൽ? പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്? പോസിറ്റീവ് റിലേഷനായിട്ട് വരുന്നു. ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്ന് പറയാം ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. എ fall in price leads to a reduction in the quantity purchased. സാധനത്തിന് വില കുറയുന്ന സമയത്ത് എന്തെങ്കിലും ക്വാണ്ടിറ്റി പർച്ചേസ് എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. ദിസ് for a given good price and quantity purchase move in the same direction. ഗിഫൺ ഗുഡ് എന്ത് ചെയ്യണം? സെയിം ഡയറക്ഷനിലേക്ക് പോകുക എന്നുള്ള. ഇൻ ദ കേസ് ഓഫ് ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 10 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ 10% കുറയുന്ന പോലെ ഒരേ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. കുറയുന്ന സമയത്ത് കുറയുന്നു, കൂടുന്ന സമയത്ത് കൂടുന്നു. ഒരേ ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് ഗിഫൺ ഗുഡ്സ് ദ ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ്. ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ എന്തെങ്കിലും ഇൻകം ഇഫക്റ്റ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ദ കൺസ്യൂമർ ബൈസ് ലെസ് ഓൺ ദിസ് ഗുഡ് ഇൻക്രീസ് ഇൻ ഹിസ് ഇൻകം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയത്ത്, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും ഹി വിൽ ഡിക്രീസ് ദ കൺസംഷൻ ഓഫ് ദീസ് പ്രോഡക്ട്സ്.
എന്ന് പറയുന്നതാണ് നമ്മൾ ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ സാധനത്തിൻ്റെ വില കുറയുന്ന സമയത്ത് അയാളുടെ ഇൻകം എന്ത് ചെയ്യാനും വർദ്ധിക്കും, അല്ലെ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനും അതിൻ്റെ കൺസംഷൻ കുറക്കുന്നു എന്നുള്ളതാണ്. നോക്കാം. ആസ് ദി പ്രൈസ് ഓഫ് എ ഗിഫൺ ഗുഡ് ഫാൾസ് ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ്. അല്ലെ ഗിഫൺ ഗുഡിൻ്റെ വില കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകത്തിൽ എന്ത് ചെയ്യുന്നു വർധനവ് ഉണ്ടാകുന്നു. ഹവർ ദ പർച്ചേസ് ലെസ് ഓഫ് ദിസ് ഗോസ് ടു ദിസ്. അല്ലെ പർച്ചേസ് എന്ത് ചെയ്യുന്നു സാധനത്തിൻ്റെ പർച്ചേസ് കുറക്കുന്നു. ലെസ് ഓഫ് ദിസ് ഗുഡ്, അല്ല ഈ ഗുഡിൻ്റെ എന്താണ് ലെസ് ഓഫ് ദിസ് ഗുഡ്, ഈ സാധനത്തിൻ്റെ വിലയിൽ എന്ത് ചെയ്യുന്നു പർച്ചേസ് എന്ത് ചെയ്യുന്നു കുറക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ്. എന്തുകൊണ്ടാണ് ഇതൊരു ഇൻഫീരിയർ ഗുഡാണ്. ദസ് ഇറ്റ് ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ്. അതാണ് ഒരാളുടെ വരുമാനം വർദ്ധിക്കുന്ന സമയത്ത് അയാൾ അതിൻ്റെ പർച്ചേസ് കുറക്കുന്നു, ആ ഗുഡിൻ്റെ പർച്ചേസ് കുറക്കുന്നു. അങ്ങനെ കുറക്കുന്നതുകൊണ്ട് തന്നെ അതെന്താണ് ഇൻകം ഇഫക്റ്റായിട്ട് നെഗറ്റീവായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഇൻകം ഇഫക്റ്റ് എന്നാൽ നെഗറ്റീവാണ്. ബട്ട് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ്. ഹി പർച്ചേസ് മോർ ഓഫ് ദിസ് ഗുഡ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആസ് ഇറ്റ് റിലേറ്റീവ് പ്രൈസ് ഫോൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എല്ലാ ഇതിലും പോസിറ്റീവ്. നോർമൽ ഗുഡിലും പോസിറ്റീവ് കാരണം, ഇൻഫീരിയർ ഗുഡിലും പോസിറ്റീവ് കാരണം, ഗിഫൺ ഗുഡിലും പോസിറ്റീവ് കാരണം. പക്ഷേ ഇൻകം ഇഫക്റ്റിൻ്റെ കേസ് അങ്ങനെയില്ല എന്നുള്ളത് മുമ്പിലെ ക്ലാസ്സിൽ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് കാരണം. പക്ഷേ ഹി പർച്ചേസ് മോർ ഓഫ് ദിസ് ഗുഡ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആസ് ഇറ്റ് റിലേറ്റീവ് പ്രൈസ് ഫോൾ. പ്രൈസ് ഫോൾ പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് കുറേ സാധനം കുറച്ച് സാധനം എന്ത് ചെയ്യുന്നു കൂടുതൽ വാങ്ങിക്കുന്നു. ദസ് ദ ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വർക്ക് ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ഇൻ ദി കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡിൻ്റെയും കേസിൽ ഉള്ള പോലെ തന്നെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവുമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്തമായ ഡയറക്ഷനിലാണ്. ഒന്ന് വലത്തോട്ട് പോകുമ്പോൾ മറ്റേത് അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒന്ന് വർദ്ധിക്കുമ്പോൾ ഇൻകം ഇഫക്റ്റ് കുറയുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൂടുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനും മറ്റേ നെഗറ്റീവ് ഡയറക്ഷനും ആയിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിൻ്റെ പോലെ തന്നെ ആസ് ഇൻ ദി കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. ബട്ട് ദ ഇൻകം ഇഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. എന്തേക്കാരം നെഗറ്റീവായിട്ടുള്ള ഇൻകം ഇഫക്റ്റ് കാരണം എന്തുണ്ടായിരിക്കുക സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കുക. പക്ഷേ മറ്റേത് എന്തായാലും പോസിറ്റീവായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അത്രത്തോളം സ്ട്രോങ് ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻകം ഇഫക്റ്റിനേക്കാളും സ്ട്രോങ് കൂടുതൽ മറ്റേനേക്കാൾ അപേക്ഷിച്ചിട്ട് ഇൻകം ഇഫക്റ്റിനേക്കാളും സ്ട്രോങ് കൂടുതലുണ്ടായിരിക്കുക. നോക്കാം, ഗ്രാഫ് നോക്കാം. നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ രണ്ട് പ്രോഡക്റ്റുകൾ കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയും രണ്ട് സാധനങ്ങളാണ്. കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈ എന്നത് നമ്മൾ ഗ്രാഫ് അല്ലേ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് കമ്മോഡിറ്റി എക്സ് താഴെയും കമ്മോഡിറ്റി വൈ താഴെയുമാണ്. ഇനീഷ്യൽ ബജറ്റ് ലൈൻ ഈസ് ദി എ ബി ആണ് ഇനീഷ്യൽ ബജറ്റ് ലൈൻ അല്ലേ. എ ബി എന്നുള്ള ഇനീഷ്യൽ ബജറ്റ് ലൈനിൻ്റെ എന്ത് ചെയ്യുന്നു ഇൻഡിഫറൻസ് കർവ് IC1 ടാൻജൻ്റായിട്ട് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് ഉണ്ടാകുന്നു. എന്നുള്ള ഇക്വിലിബ്രിയം പോയിൻ്റ് ഉണ്ടാകുന്നു. എന്നുള്ള ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുന്നു കമ്മോഡിറ്റി എക്സിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് പർച്ചേസ് എന്താണ് പറയുന്നത് എ ബി ബഡ്ജറ്റ് ലൈൻ ടാൻജൻ്റ് ടു IC1 വേർ ഇക്വിലിബ്രിയം പോയിൻ്റ് വേർ ഹി പർച്ചേസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എക്സ് ഗിഫൺ ഗുഡ് അല്ലേ. ഗിഫൺ ഗുഡാണ് എക്സ് എന്നുള്ളത്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് പർച്ചേസ് ചെയ്യുന്നു. പ്രൈസ് ഓഫ് എക്സ് ഫാൾ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് എ സി ന്യൂ ഇക്വിലിബ്രിയം പോയിൻ്റ് അല്ലേ. എക്സിൻ്റെ റൈറ്റ് വില കുറഞ്ഞു. എക്സിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഒരു പുതിയ ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു ക്രിയേഷൻ ചെയ്യുന്നു. AC എന്നുള്ള ബജറ്റ് ലൈൻ അല്ല ഇതിൽ നിന്ന് തന്നെ AC എന്നുള്ള ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു ക്രിയേഷൻ ചെയ്യുന്നു. അവിടെ പുതിയൊരു ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകുന്നു. IC2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടാകുന്നു. IC2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് അവിടെ ഉണ്ടാകുന്നു. ഈ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു പുതിയ ടാൻജൻ്റായിട്ടുള്ള ഇക്വിലിബ്രിയം പോയിൻ്റ് കടന്നു പോകുന്നു. അതാണ് E2 എന്നുള്ള ഇക്വിലിബ്രിയം പോയിൻ്റ് അല്ലേ. അപ്പോൾ പുതിയ ഇൻഡിഫറൻസ് കർവ് AC എന്നുള്ള ഇക്വിലിബ്രിയം പോയിന്റിൽ എന്ത് ചെയ്യുന്നു പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒരു IC2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് കടന്നു പോകുന്നു. IC2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് കടന്നു പോകുന്നു. ആ കടന്നു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു E2വിൽ നിന്ന് പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് ടാൻജൻ്റായിട്ട് പോകുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു E1 എന്നുള്ള പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് കണക്കാക്കുന്നു. E1 എന്ത് ചെയ്യുന്നതാണ് EQ1 അല്ലേ. OQ1 എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ OQവിൽ നിന്ന് എന്ത് ചെയ്യുന്നു OQവിൽ നിന്ന് OQ1ലേക്ക് കുറഞ്ഞേക്കാണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് എന്ത് ചെയ്തു എത്തി എന്നുള്ളതാണ്. ആദ്യം ഇത്ര പർച്ചേസ് ചെയ്തിരുന്ന സാധനത്തിൻ്റെ വില കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു എക്സിൻ്റെ ക്വാണ്ടിറ്റി പർച്ചേസ് കുറച്ചു. OQ1ലേക്ക് കുറഞ്ഞു. അതുകൊണ്ടാണ് പ്രൈസ് ഇഫക്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇയിൽ നിന്ന് E1ലേക്കുള്ള ഈ ഒരു പോക്കാണ് എന്ത് പ്രൈസ് ഇഫക്റ്റ്, പ്രൈസ് കൺസംഷൻ കർവ്, പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു കമ്മോഡിറ്റി എക്സിൻ്റെ OQ കമ്മോഡിറ്റിയിൽ നിന്ന് OQ1 കമ്മോഡിറ്റിയിലേക്ക് നിന്ന് കുറഞ്ഞ രീതിയിൽ പർച്ചേസ്. ഇതാണ് പ്രൈസ് ഇഫക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി നോക്കാം എന്താണ് പ്രൈസ് ഇഫക്റ്റ് കഴിഞ്ഞു അല്ലേ. അതാണ് പറയുന്നത് അറ്റ് ദിസ് പോയിന്റ് കൺസ്യൂമർ പർച്ചേസ് OQ1 ക്വാണ്ടിറ്റി ഓഫ് എക്സ് അല്ലേ. OQ1 ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു
പർച്ചേസ് ചെയ്യുന്നു. പ്രൈസ് ഓഫ് എക്സ് ഫാൾ, ബഡ്ജറ്റ് ഷിഫ്റ്റ് AC, ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് ക്രിയേഷൻ ചെയ്യുന്നു. അതാണ് E2 എന്നുള്ളത് ഓൺ IC2. IC2 കർവിൽ എന്ത് ചെയ്യുന്നു? പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്, ടാൻജൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ക്രിയേഷൻ ചെയ്യുന്നു. ആ ഇക്വിലിബ്രിയം പോയിന്റ് എന്ത് ചെയ്യുന്നു? അവിടെ പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ദിസ് പോയിന്റ് കൺസ്യൂമർ പർച്ചേസ് OQ1 ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ്. കമ്മോഡിറ്റി എക്സിൻ്റെ OQ1 ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. വി ക്യാൻ സീ ദാറ്റ് OQ1 ഈസ് ലെസ് ദാൻ OQ എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. OQ1 എന്നുള്ളതിനേക്കാൾ കുറവാണ്, OQ-നേക്കാൾ കുറവാണല്ലേ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് OQ ആണ് കൂടുതൽ, OQ1 എന്തല്ല അത്ര ഇല്ല. അപ്പോൾ OQ കുറവാണ്. എന്തിനപേക്ഷിച്ച്? OQ1-നെ അപേക്ഷിച്ചിട്ട് OQ1 എന്താണ്? കുറവാണ്. ഗിഫൺ കമ്മോഡിറ്റി ആയതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് വിത്ത് ദ ഫാളിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഗിഫൺ കമ്മോഡിറ്റി ആയതുകൊണ്ട് വില കുറയുന്ന സമയത്ത് എന്ത് ചെയ്തു? അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. സാധനം വാങ്ങുന്നത് എന്ത് ചെയ്തു? കുറച്ചു, ആളുകൾ കുറച്ചു. അതെന്തുകൊണ്ടാണ്? ഗിഫൺ കമ്മോഡിറ്റി ആയതുകൊണ്ടാണല്ലേ. സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറച്ചു. എന്തുകൊണ്ട്? ഫാളിംഗ് പ്രൈസ്, വില കുറഞ്ഞുകൊണ്ട് തന്നെ ഇതാക്കി. ദ മൂവ്മെൻറ്റ് ഫ്രം E to E1 ഈസ് കോൾഡ് പ്രൈസ് ഇഫക്റ്റ്. അത് നെഗറ്റീവ് എഫക്റ്റ് ആണല്ലേ. ഈ Eയിൽ നിന്ന് E1-ലേക്കുള്ള ഈ ഒരു വരവ് അല്ലെങ്കിൽ ഈ ഒരു പോക്കിനാണ് എന്താ പറയുക? പ്രൈസ് ഇഫക്റ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അതെന്താണ്? നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ആണ്. അസ്യൂം പ്രൈസ് ഓഫ് Y നോട്ട് ഫാൾ ആൻഡ് ഇൻകം ഇൻക്രീസ് അല്ലേ. ശ്രദ്ധിക്കുക, പ്രൈസ് ഓഫ് Y എന്ത് ചെയ്തില്ല? വൈയിൽ യാതൊരു വില, പ്രൈസ് ഓഫ് Yയിൽ എന്ത് ചെയ്തില്ല? ഒരു വിലയിൽ യാതൊരു മാറ്റം വന്നില്ല. പക്ഷേ അയാളുടെ ഇൻകം എന്ത് ചെയ്തു? വർദ്ധിച്ചു, ഇൻകം ഇൻക്രീസ് ചെയ്തു. അങ്ങനത്തെ സാഹചര്യത്തിൽ ന്യൂ പ്രൈസ് വിൽ ഷിഫ്റ്റ് A1 B1 വേർ ന്യൂ ഇൻഡിഫറൻസ് കർവ് IC2 അറ്റ് ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് E2 അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുക, ഒരാളുടെ പൈസ കൂടി, വരുമാനം വർദ്ധിച്ചു. അതായത് പുതിയ വരുമാനം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? A1 B1 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്തു? പാരലൈറ്റ് ഉണ്ടാക്കി, ബഡ്ജറ്റ് ലൈൻ ഉണ്ടാക്കി. ഈ പാരലിൽ എന്താണ്? പുതിയതുണ്ടായപ്പോൾ ഇൻകം ഇതുണ്ടായ സമയത്ത് എന്താണ്? ഹയർ ഡിഫറൻസ് കർവാണ്. എന്തുകൊണ്ടാണ് ഹയർ ഡിഫറൻസ് കർവ് ഉണ്ടാകാൻ കാരണം? അയാളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ട് ഹയർ ഡിഫറൻസ് കർവ് IC2-നെ ടാൻജൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പോയിന്റിൽ വെച്ചിട്ട് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ തുടക്കത്തിലാണ് ടാൻജൻ ചെയ്ത് കൊണ്ടല്ലേ, ഇവിടെ വെച്ചിട്ട് ടാൻജൻ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ക്രിയേഷൻ ചെയ്തു. അതാണ് E2 എന്നുള്ള ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ E1-ൽ നിന്നുണ്ട് E2-ലേക്കുള്ള ഈ വരവാണെന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Q2 ക്വാണ്ടിറ്റി എന്നുള്ളത് എന്താണ്? Q1-നേക്കാൾ കുറവാണ്. വരുമാനം വർദ്ധിച്ചപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? അതിൻ്റെ കൺസംഷൻ കുറച്ചു എന്നുള്ളതാണ്. Q1-ൽ നിന്ന് Q2-ലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ് നമ്മൾ കണക്കാക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണ്? അസ്യൂം പ്രൈസ് ഓഫ് Y നോട്ട് ഫാൾ, ഇൻക്രീസ് ന്യൂ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് A1 B1 വേർ ന്യൂ ഇൻഡിഫറൻസ് കർവ് IC2 അറ്റ് ന്യൂ ഇക്വിലിബ്രിയം E2 എന്നാണ്. E2 എന്നുള്ള പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ക്രിയേഷൻ ചെയ്യുന്നു. കൺസ്യൂമർ പർച്ചേസ് OQ2 ക്വാണ്ടിറ്റി ഓഫ് എക്സ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു? OQ2 ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യുന്നു. എന്താണ് ഇത്? മൂവ്മെൻറ്റ് ഫ്രം Eയിൽ നിന്ന് E2-ലേക്കുള്ള ഈ കാർഡിന് എന്താണ്? ഇൻകം എഫക്റ്റ് ആയിട്ട് കാണുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ Eയിൽ നിന്ന് ഇതുവരെയുള്ള ഈ പോക്ക് എന്താണ്? ഇൻകം ഇഫക്റ്റ് കൊണ്ടാണ്, വരുമാനത്തിലുള്ള മാറ്റം കൊണ്ടാണ് Eയിൽ നിന്ന് E2-ലേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു OQ-ൽ നിന്ന് OQ2-ലേക്കുള്ള ഈ മൂവ്മെൻറ്റാണ് എന്ത്? ഇൻകം ഇഫക്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്കാ പ്യുവർലി നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നെഗറ്റീവ് ആണെങ്കിലും ഇതൊന്നും കൂടി എന്താണ്? സ്ട്രോങ്ങർ ആണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. മറ്റേത് ഈ കാണുന്ന ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. നോക്കാം. Then consumer purchase occurring quantity of X. The movement from E to called income negative. The movement from E to E1 is called substitution effect positive ആണ് അല്ലേ. E2-ൽ നിന്ന് എന്താണ്? E1-ലേക്കുള്ള E2-ൽ നിന്ന് E1-ലേക്കുള്ള ഈ ഒരു പോക്ക് അല്ലേ. E2-ൽ നിന്ന് E1-ലേക്കുള്ള ഈ വരവ് എന്താണ്? അത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? അത് പോസിറ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോക്കുണ്ടല്ലേ, Q2-ൽ നിന്ന് Q1-ലേക്കുള്ള ഈ പോക്ക് എന്താണ്? ആ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ടാണ്. അതെന്താണ്? പോസിറ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നു. ആ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ഈ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവാണ്. പക്ഷേ ഇൻകം ഇഫക്റ്റ് എന്താണ്? സ്ട്രോങ്ങറാണ്. കാരണം ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്തേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാൾ കൂടുതലാണ് ഇൻകം ഇഫക്റ്റ്. നെഗറ്റീവായിട്ടുള്ള ഇൻകം ഇഫക്റ്റാണ് സ്ട്രോങ്. എന്തിനപേക്ഷിച്ച്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനുണ്ട്. നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാൾ സ്ട്രോങ്ങറാണെന്ന് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട എക്സ്ചേഞ്ച് കമ്മോഡിറ്റിയുടെ എന്ത് കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗിഫൺ കമ്മോഡിറ്റിയുടെ കേസിൽ. സത്യം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.